നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭയിലെ 2026-2027 ബജറ്റ് സമഗ്ര ബജറ്റാണെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. നഗരസഭയുടെ ഡംപിംഗ് യാർഡിൽ ശാസ്ത്രീയമായ സംസ്കരണ രീതികൾ അവലംബിക്കുകയും അവിടെ ഒരു ഗ്രീൻ പാർക്ക് നിർമ്മിക്കുകയും ചെയ്യുമെന്നും ചെയർപേഴ്സൺ. മൂവാറ്റുപുഴ നഗരസഭയിലെ പുതിയ ഭരണസമിതിയുടെ ബജറ്റ് സമഗ്ര ബജറ്റാണെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി തിങ്കളാഴ്ച വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം അവതരിപ്പിച്ച ബജറ്റിൽ സ്ത്രീ സുരക്ഷ, ലഹരിവിരുദ്ധ പോരാട്ടം, ആരോഗ്യം, കൃഷി, ടൂറിസം തുടങ്ങിയ സകല മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണെന്നും ലഹരി എന്ന വിപത്തിനെതിരെ ഡ്രഗ് ഫ്രീ സിറ്റി എന്ന പേരിൽ പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ബോധവൽക്കരണ പരിപാടിക്കപ്പുറം ലഹരി ഇടപാടുകൾ നടത്തുന്ന ഇടങ്ങൾ കണ്ടെത്തുവാനും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് കർശന നടപടികൾ സ്വീകരിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ഇന്ന് മൂവാറ്റുപുഴ നഗരം നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് ലഹരി മാറിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 5 ലക്ഷം രൂപയോളം ലഹരിമുക്ത നഗരസഭ എന്നുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടി, ഒരു മിഷൻ ഡ്രഗ് ഫ്രീ സിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടി ബജറ്റ് വകയിരുത്തിയിട്ടുണ്ട്. അതൊരു അവയർനെസ് പ്രോഗ്രാമിനൊക്കെ അപ്പുറത്തേക്ക് ഡാർക്ക് കോർണേഴ്സ് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ടും കൃത്യമായ സ്ക്വാഡുകൾ രൂപീകരിച്ച് അവരുടെ ഇടപെടലോടുകൂടി ഈ ഒരു ലഹരി ഉപയോഗത്തിന് അറുതി വരുത്തുവാനും വിദ്യാർത്ഥികളെ സംരക്ഷിക്കുവാനായിട്ടുമാണ് ഈ ഒരു കമൻസിൽ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ സാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ആസൂത്രണം ചെയ്യുന്നു. സ്മാർട്ട് അസറ്റ് മിഷനാണ്. നമ്മുടെ കാലങ്ങളായി നമ്മുടെ നശിച്ചു കിടക്കുന്ന ആസ്തികൾ കണ്ടെത്തി അതിന് ജീവൻ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതിലേക്ക് ഒരു തുക വകയിരുത്തുവാനായിട്ട് ഈ കൗൺസിലിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിഷ്ക്രിയ ആസ്തികൾ, ഏറ്റവും കൂടുതൽ അസറ്റുള്ള ഒരു മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് മൂവാറ്റുപുഴ നഗരസഭ. പക്ഷേ ഈ അസറ്റുകളൊന്നും നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുമാനം വർദ്ധിപ്പിച്ച് അതിലൂടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതും ഈ കൗൺസിൽ മുൻപിൽ വയ്ക്കുന്ന ഒരു ആശയമാണ്. എല്ലാവർക്കും ഭവനം എന്നുള്ളത് കൗൺസിലിൻ്റെ സ്വപ്നമാണ്. അതിലേക്ക് ബജറ്റിൽ 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഭവനമില്ലാത്ത ആളുകൾ, സ്ഥലം ലഭിക്കാത്ത ആളുകളൊക്കെ ഈ നഗരസഭയിലുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള പരിഗണന ഉണ്ടാവും. നഗര സൗന്ദര്യവൽക്കരണത്തിന് ഒരു മുൻതൂക്കം ഉണ്ടാകും. 1 കോടി രൂപയാണ് നമ്മുടെ ഫുഡ് സ്ട്രീറ്റിന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ സ്ട്രെസ് കൂടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കൊരു നൈറ്റ് ലൈഫ് ഇല്ല എന്നുള്ളത് നമുക്കൊരു കുറവ് തന്നെയാണ്. ആളുകൾക്ക് കുടുംബസമേതവും സൗഹൃദം പങ്കിടാനായിട്ടും ഒക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്കുണ്ട്. കാരണം ഇതൊരു പുഴയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന നഗരമായതുകൊണ്ട് തന്നെ. അപ്പം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഫുഡ് സ്ട്രീറ്റ് നിർമ്മിക്കുവാനായിട്ടുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. നഗരസഭയിൽ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനവും ലക്ഷ്യം വെക്കുന്നുവെന്നും നഗരസഭയുടെ ഡംപിംഗ് യാർഡിൽ ശാസ്ത്രീയമായ സംസ്കരണ രീതികൾ അവലംബിക്കുകയും ഒരു ഗ്രീൻ പാർക്ക് നിർമ്മിക്കുകയും ചെയ്യുമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. KSWMBയിൽ നിന്നും ലഭിക്കുന്ന 31 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെക്കുന്നു. കഴിഞ്ഞ കൗൺസിലിന്റെ തുടർച്ചയായിട്ട് തന്നെ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനവുമായി മുൻപോട്ട് പോകും. ഗ്രീൻ ആൻഡ് ക്ലീൻ സിറ്റി എന്ന കോൺസെപ്റ്റ് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ നഗരസഭയുടെ ഡംപിംഗ് യാർഡ്, അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള മാലിന്യ സംസ്കരണം, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പിന്തുടർന്ന് പോരുകയും അവിടെ ഒരു ഗ്രീൻ പാർക്ക് നിർമ്മിക്കുവാനായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു തുക വകയിരുത്തിക്കൊണ്ട് ഈ കൗൺസിൽ ചെയ്യും. അതുപോലെ തന്നെ സ്ത്രീ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കൃത്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കച്ചവടക്കാർ തന്നെയാണ്. അപ്പോൾ കച്ചവടക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവരുടെ മുൻപോട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ടും ഒക്കെ പരിഗണന നൽകുന്ന ഒരു ബജറ്റ് തന്നെയാണ്. കൃഷിക്കും കർഷകർക്കും പൂർണ്ണമായി പിന്തുണ നൽകിക്കൊണ്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ, ഹോമിയോ ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റലുകൾക്കെല്ലാം കൂടെ ഏകദേശം 3 കോടി രൂപയോളം അവയുടെ പല മേഖലകളിലേക്കായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ മേഖലയും തൊട്ടുണർത്തിയ ബജറ്റാണിതെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.